ആശാവർക്കർമാരുടെ സമരം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനിപ്പോൾ ഷോർട്സിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നേ അവതരിപ്പിച്ചു. ഇനി ആശാവർക്കർമാർക്ക് വേണ്ടി ഇന്നലെ ഞാനും എൻ്റെ സുഹൃത്തും ജേർണലിസ്റ്റുകളും ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായ ഇതും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷനും കൂടെ നമ്മൾ ആശാമാർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം എൻ്റെ മകൻ്റെ 3 വയസ്സ് പ്രായമുള്ള എൻ്റെ മകൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജേർണലിസ്റ്റ് സുഹൃത്തുക്കളോട് സംസാരിച്ചത്. പലപ്പോഴും നമ്മുടെ വാക്സിൻ കാര്യങ്ങളും പോളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ആശാവർക്കർമാരുടെ സഹായം നമ്മൾ മറന്നുപോയാലും അവരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പറയുന്നതുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചർച്ച അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത്. അത്രയും അനുഭവം എനിക്കുണ്ട്. ആശാവർക്കറുടെ ഹെൽപ്പ് നമ്മൾ അനുഭവിക്കുന്നതാണ്. അത് ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ നഗരവൽക്കരണത്തിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നത്. എങ്കിലും നഗരത്തിലുണ്ടാകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഈ പുരോഗമന വേഷം ധരിച്ച വർഗീയവാദികൾ ആയിട്ടുള്ള കപടപക്ഷം അയ്യങ്കാളിയുടെ നാമത്തെ, മഹാത്മാ അയ്യങ്കാളിയുടെ നാമത്തെ ദുരുപയോഗപ്പെടുത്തുകയും അങ്ങനെ അതിനുവേണ്ടി ഫണ്ട് വർഷാവർഷം ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആശാവർക്കർമാരുടെ ഫണ്ട്, ആശാവർക്കർമാരുടെ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് പറയുന്നെങ്കിൽ കൂടിയും ആ ജനവിഭാഗങ്ങളെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ദുരുപയോഗപ്പെടുത്തുകയും സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവരെ കേന്ദ്ര ഫണ്ട് മാത്രം കൊടുത്തുകൊണ്ട് സ്ഥിരപ്പെടുത്താതെ താൽക്കാലിക ജീവനക്കാരെക്കാളധികം ജോലി എടുപ്പിച്ചുകൊണ്ടും ചെയ്യുന്നത് വിശദീകരിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.